ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെ പറ്റി ആഴത്തിൽ പഠിക്കുമ്പോൾ ഈസാ നബി വരുന്നത് കാവ്യവസ്ത്രത്തിലാണ്. ഈസാ നബി വരുമ്പോൾ ഉള്ള വസ്ത്രം കാവ്യവസ്ത്രത്തിലാണ്. കാവ്യയില ആകാശത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ കാവ്യവസ്ത്രം. അപ്പം ഇന്നും ഇതിലൊക്കെ ചില ബന്ധങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ അങ്ങനെ കാറ്റിൽ പറക്കും. അതിൻ്റെ ഒരു മനോഹരമായ ഭംഗി ഞാൻ പലപ്പോഴും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. അത് എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി മഹ്ദിയാവാനേ തരമുള്ളൂ. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് കൽക്കി. അപ്പോൾ ഈസായും മഹ്ദിയും വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു ജനത ഹിന്ദുക്കളാണ് എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ എന്നെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തലയിൽ കയറുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സത്യമാണ്. അത് സത്യം, 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അപ്പം ഈ വേദങ്ങൾ ഇത് 5000 കൊല്ലം മുമ്പ് ഈ വേദ ശകലങ്ങൾ പടച്ചതമ്പുരാനെ ഒരു വിഭാഗത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ കാണുന്നതാണ്. ആയിരക്കണക്കിന് നമ്മൾ ധരിച്ചതുപോലെ ആവൂല കാര്യങ്ങൾ. നമ്മൾ ധരിച്ചത് ശരിയായിരിക്കും, പക്ഷെ അതിനപ്പുറത്തും ഉണ്ടാവും. അതിൻ്റെ വേദങ്ങൾ ഒരു ദൈവിക വചനങ്ങൾ ഉള്ളടങ്ങിയ വേദങ്ങളാണ് എന്ന കാര്യത്തിൽ പഠിക്കുന്നവർക്ക് ഒരു തർക്കവും ഇല്ല. കാരണം മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല പലതും അതിൽ പറയുന്നത്. വേദങ്ങളിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്നത് സത്യം. അതുകൊണ്ടാണ് അവസാന വേദഗ്രന്ഥത്തിൽ കൈകടത്തലിനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. പക്ഷെ കൈകടത്തൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നശിപ്പിക്കലല്ല. മനുഷ്യൻ അഭിരുചിക്കനുസരിച്ച് ചിലതൊക്കെ മാറ്റിവെക്കലും അഭിരുചിക്കനുസരിച്ചൊക്കെ ചിലത് കയറ്റിവെക്കലുമാണ്. അപ്പോൾ തന്നെ അതിൽ വലിയൊരു ഭാഗം ദൈവവചനങ്ങളായി നിലനിൽക്കുന്നതായിരിക്കും. തള്ളിക്കളയാൻ പാടില്ലാത്തൊരു ജനതയാണ് ഹൈന്ദവ സമൂഹം. അവർ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പം ഞാൻ